ശക്തനായ ഒരു രാജാവിന് എല്ലാം ഉണ്ടായിരുന്നു: സമ്പത്ത്, സൈന്യം, പ്രശസ്തി. എന്നാൽ അവൻ ഒരു മാരകമായ തെറ്റ് ചെയ്തു. സത്യത്തേക്കാൾ മുഖസ്തുതി അവൻ തിരഞ്ഞെടുത്തു. ഒടുവിൽ അത് അദ്ദേഹത്തിന്റെ മുഴുവൻ രാജ്യവും നഷ്ടപ്പെടുത്തി. ഒരുകാലത്ത് സമ്പത്ത് നിറഞ്ഞ ഒരു മഹത്തായ രാജ്യത്ത് ഒരു രാജാവ് ഭരിച്ചു. അദ്ദേഹത്തിന്റെ അരികിൽ ഒരു വിശ്വസ്ത മന്ത്രി ഉണ്ടായിരുന്നു, സത്യസന്ധനും ജ്ഞാനിയും സത്യം പറയാൻ ഭയമില്ലാത്തവനും. എന്നാൽ രാജാവിന് ഒരു ബലഹീനത ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രശംസിക്കപ്പെടുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു. കഠിനമായ സത്യങ്ങളെക്കാൾ മധുരമുള്ള നുണകളാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. എന്നാൽ സത്യസന്ധനായ മന്ത്രി അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി: എന്റെ രാജാവേ, സത്യം കുത്തുമായിരിക്കും, പക്ഷേ അത് രക്ഷിക്കും. മുഖസ്തുതി ആശ്വാസം പകരും, പക്ഷേ അത് അന്ധരാക്കും. എന്നാൽ രാജാവ് അദ്ദേഹത്തെ അവഗണിച്ചു. നിങ്ങൾ എപ്പോഴും പ്രശ്നങ്ങൾ കാണുന്നു. ഈ മനുഷ്യർ സാധ്യതകൾ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ അദ്ദേഹം മന്ത്രിയെ നാടുകടത്തി. മുഖസ്തുതി പറയുന്നവരെ ആലിംഗനം ചെയ്തു. കുറച്ചുകാലത്തേക്ക് രാജ്യം തിളങ്ങി. വിരുന്നുകളും സ്തുതികളും കവിതകളും ഹാളുകളിൽ നിറഞ്ഞു. പക്ഷേ തിരശ്ശീലയ്ക്ക് പിന്നിലോ അഴിമതി വ്യാപിച്ചു. പട്ടാളക്കാർക്ക് ശമ്പളം ലഭിച്ചില്ല. അതിർത്തികൾ ദുർബലമായി. ശത്രുക്കൾ കണ്ടു കാത്തിരുന്നു. ഒരു ദിവസം ഒരു അയൽ രാജ്യം ആക്രമിച്ചു. തന്റെ ഉപദേഷ്ടാക്കൾ പറഞ്ഞ നുണകളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച രാജാവ് വിജയം എളുപ്പമാണെന്ന് കരുതി. നമ്മുടെ സൈന്യത്തിന് സമാനതകളില്ലെന്ന് അവർ പറഞ്ഞു. അദ്ദേഹം അലറി. പക്ഷേ യുദ്ധക്കളത്തിൽ ആരും എത്തിയില്ല. അദ്ദേഹത്തിന്റെ ജനറൽമാർ ഓടിപ്പോയി. അദ്ദേഹത്തിന്റെ ജനങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ടു. ഒരുകാലത്ത് ശക്തമായിരുന്ന അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ഒരു പോരാട്ടവുമില്ലാതെ തകർന്നു. പൊടി നിറഞ്ഞ കൊട്ടാരത്തിൽ ഒറ്റയ്ക്ക് രാജാവ് വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത്: മുഖസ്തുതികൾ തേൻ വേഷം ധരിച്ച വിഷമാണെന്ന്. സ്തുതിക്കുന്ന അനേകരെക്കാൾ സത്യം പറയുന്നവന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യം ഇപ്പോഴും നിലനിൽക്കുമായിരുന്നു. സത്യസന്ധനായ മന്ത്രിയുടെ വാക്കുകൾ പ്രതിധ്വനിച്ചു. മുഖസ്തുതികൾ രാജാവിന്റെ കണ്ണുകളെ അന്ധമാക്കുന്നു, സത്യം അവരെ മൂർച്ച കൂട്ടുന്നു. അദ്ദേഹത്തെ പ്രശംസിച്ച അതേ മുഖസ്തുതിക്കാർ അവർ ആക്രമണകാരികളെ തുറന്ന കൈകളോടെ സ്വാഗതം ചെയ്തു. കാരണം മുഖസ്തുതിക്കാർ രാജാവിനെ സേവിക്കുന്നില്ല, അവർ സ്വയം സേവിക്കുന്നു. ഇപ്പോൾ ദൂരെയുള്ള സത്യസന്ധനായ മന്ത്രി മാത്രമാണ് ഒരിക്കൽ സംരക്ഷിക്കാൻ ശ്രമിച്ച രാജ്യത്തിനായി കരഞ്ഞത്. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് ശ്രദ്ധിക്കുന്നത്? നിങ്ങളെ മുഖസ്തുതി പറയുന്നവരെയോ അതോ സത്യം പറയുന്നവരെയോ? കേൾക്കാൻ പ്രയാസമുള്ളപ്പോൾ പോലും താഴെ കമന്റ് ചെയ്യുക. മുഖസ്തുതിയേക്കാൾ സത്യം. നേതാക്കളും മാതാപിതാക്കളും സുഹൃത്തുക്കളും എപ്പോഴും സത്യസന്ധതയാണ് ആദ്യം തിരഞ്ഞെടുക്കേണ്ടതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ കാലാതീതമായ പാഠങ്ങളുള്ള കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.